സാമ്പത്തികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങളിലൊക്കെ പുരോഗതി, നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ ഒക്കെ ഉണ്ടാവും. നമ്മൾ പറയില്ല അപ്രതീക്ഷിതമായ ധനലാഭമൊക്കെ ഉണ്ടായിന്ന്, അതിനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. വിവാഹം നടക്കാൻ കാലതാമസം നേരിടുന്നവർക്ക് നല്ല വിവാഹം നടക്കുന്നതിനും നല്ല പങ്കാളിയെ ലഭിക്കുന്നതിനും ഒക്കെ യോഗമുള്ള വർഷമാണിത്. വാഹന യോഗം, പുതിയ വീട്, പുതിയ ഭൂമി, സ്വർണ്ണാഭരണങ്ങൾ ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടുക അല്ലെങ്കിൽ നമ്മൾ മേടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. അതെ, വിഷു ദാ ഇങ്ങെത്തിയെന്ന് പറഞ്ഞ പോലെ ഇങ്ങെത്തിയല്ലേ. അപ്പോൾ നമുക്ക് ഈ വിഷുഫലം എങ്ങനെയാണ് കന്നിക്കൂറുകാർക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് നോക്കണ്ടേ. അതായത് ഉത്രത്തി മുക്കാല്, അത്തം, ചിത്തിര അര വരുന്ന ഈ കന്നിക്കൂറുകാർക്ക് വളരെ നല്ല ഗുണഫലങ്ങളുമായിട്ടാണ് ദാ ഈ വിഷു വന്നിരിക്കുന്നത് കേട്ടോ. മുൻ വർഷങ്ങളിലൊക്കെ കുറച്ച് മനക്ലേശങ്ങളും വിഷമങ്ങളും അലച്ചിലും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വർഷം വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമായിരിക്കും. സാമ്പത്തികമായ പുരോഗതി, ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ ആരോഗ്യം വേണ്ടത്ര ഗുണകരമാകുന്ന അവസ്ഥയിൽ തന്നെയാവും മുന്നോട്ട് പോവുക. ഈ കൂറുകാർക്ക് പൊതുവിൽ ആരോഗ്യകാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ ഉണ്ടാവില്ല. ഒരു കാര്യങ്ങൾക്ക് അങ്ങ് ഇറങ്ങി തിരിച്ചാൽ അതിനു വേണ്ടി അങ്ങ് പോകും. അപ്പോൾ അതിനിടയ്ക്ക് ആരോഗ്യം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഉറക്കം, ഭക്ഷണം ഇതിനൊന്നും യാതൊരു പ്രാധാന്യവും കൊടുക്കാൻ സാധ്യതയില്ലാത്ത കൂറുകാരാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ കൃത്യമായ ഉറക്കത്തിനും കൃത്യമായ ഭക്ഷണ ക്രമീകരണത്തിനും കൃത്യമായി എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യരംഗം വളരെ സേഫായിരിക്കും. ആരോഗ്യകാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകും. അതല്ല എങ്കിൽ അതിനു വേണ്ടി തന്നെ കുറച്ച് ടൈം നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. സാമ്പത്തികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങളിലൊക്കെ പുരോഗതി, നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ ഒക്കെ ഉണ്ടാവും. ബിസിനസ് വിജയം അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബിസിനസ് അല്ലാതെ കണ്ട് വേറൊരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുക, അതിൽ നിന്ന് നമുക്ക് വിജയം ഉണ്ടാക്കുക. നമ്മൾ പറയില്ലേ അപ്രതീക്ഷിതമായ ധനലാഭമൊക്കെ ഉണ്ടായിന്ന്, അതിനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. അതുപോലെ തന്നെ സന്താനങ്ങൾ, അതായത് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഇല്ലാതെ ഏറെ കാലമായി വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് സന്താന യോഗമുള്ള ഒരു വർഷവും കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ വിവാഹം നടക്കാൻ കാലതാമസം നേരിടുന്നവർക്ക് നല്ല വിവാഹം നടക്കുന്നതിനും നല്ല പങ്കാളിയെ ലഭിക്കുന്നതിനും ഒക്കെ യോഗമുള്ള വർഷമാണിത്. ആരോഗ്യകാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ബാക്കി വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. വിദേശത്തൊക്കെ പോയി വളരെ കാലമായിട്ട് നാട്ടിൽ വരാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചു കഴിഞ്ഞാൽ വിദേശത്തു നിന്ന് നാട്ടിലെത്തുന്നതിനൊക്കെ നമുക്ക് അതിനുള്ള വഴികളൊക്കെ ഒരുങ്ങി വരും കേട്ടോ. അതിനു വേണ്ടി ശ്രമിക്കുക. ഇനി വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകാനിരിക്കുന്നവർക്കാണെങ്കിലോ നമുക്കൊരു നല്ല ജോലി കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് വിദേശത്ത് പോകണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി ജോലി ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്കാണെങ്കിലും അതിനൊക്കെ പറ്റുന്ന അനുകൂലമായ സമയമാണ് കേട്ടോ. നമ്മളൊന്ന് ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്താൽ നടക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ജോലിയിൽ സ്ഥല മാറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം, പുരോഗതി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്കുള്ള ഒരു നിയമനം ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയുന്ന വാഹന യോഗം, പുതിയ വീട്, പുതിയ ഭൂമി, സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടുക അല്ലെങ്കിൽ നമ്മൾ മേടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പുരോഗതിയും നേട്ടങ്ങളും നമ്മളെ തേടിയെത്തുന്ന ഒരു വർഷമാണിത്. അപ്പം ഇഷ്ടദേവനെ അല്ലെ ഇഷ്ടദേവിയെ ഭജിക്കുക. അപ്പോൾ ആ ഭജനയിൽ കൂടി നമ്മുടെ മനസ്സിനെ ഏകാഗ്രഹമാക്കുക, ശുദ്ധി വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുരോഗതി ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. കുടുംബജീവിതമൊക്കെ സന്തോഷപ്രദമായിരിക്കും. എന്നിരിക്കലും പങ്കാളികൾ തമ്മിലുള്ള ബന്ധം പ്രശ്നമാവാതിരിക്കാൻ പ്രത്യേകം കെയർ ചെയ്യുക കേട്ടോ. കാരണം നമുക്ക് നിസ്സാര കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ക്ഷമയൊക്കെ ജീവിതത്തിൽ നമുക്ക് നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ മിണ്ടാതിരുന്നാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊക്കെ ഇല്ല, തട്ടിയും മുട്ടിയൊക്കെ ഉരുണ്ടങ്ങ് പോകാമെന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കാണെങ്കിലും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാവാനും യോഗങ്ങളൊക്കെ ഉള്ള വർഷമാണ്.
ആരെയും ആശ്രയിക്കാതെ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന ഒരു വർഷമാണ് കേട്ടോ. അതുപോലെ വളരെ കാലമായിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ജോലിയൊന്നും ലഭിക്കാതെ കണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു വിഷമസന്ധിയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഈ വർഷം ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നൊരു വർഷമാണ്. അംഗീകാരങ്ങൾ, മത്സര വിജയങ്ങൾ, ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പിന്നെ ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. കടം കൊടുക്കുക അല്ലെങ്കിൽ ജാമ്യം നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇത് നമ്മുടെ മണ്ടയ്ക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ ജാമ്യം നിന്നു, നമ്മൾ ലാസ്റ്റ് ഇത് അടയ്ക്കേണ്ട ഒരവസ്ഥ വരും. കടം കൊടുത്തു, നമുക്കത് കിട്ടാനില്ലാതെ നമ്മളത് ചോദിച്ച് അവരുടെ പുറകെ നടന്ന് ലാസ്റ്റ് നമ്മളെന്തോ മോശക്കാരായ ഒരു സിറ്റുവേഷനൊക്കെ അവർ വരുത്തി തീർക്കാനും സാധ്യതയുള്ളവരാണ്. കാരണം നമുക്കൊരു ശത്രുവിനെ സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരാൾക്ക് പണം കടം കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അത് നമ്മൾ തിരിച്ച് ചോദിക്കാൻ ചെല്ലുന്ന സമയം മുതൽ അവർ നമുക്ക് ശത്രുവായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമെന്ന് പേടിച്ചിട്ടും അവർ മുൻകൂർ ഈ ശത്രുത നമ്മളോട് ഒരു പക്ഷേ വെച്ച് പുലർത്താനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്ററായ തീരുമാനം. നമ്മൾ ആർക്കും കടം കൊടുക്കാതിരിക്കുക, കൊടുക്കുമ്പോഴാണല്ലോ പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് മിത്രം ശത്രുവായി മാറുക തന്നെ ചെയ്യും കേട്ടോ. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ചെറിയ ചെറിയ ഉഴപ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ വെച്ച് പുലർത്തുന്നത് ഉത്തമ മാർഗമായിരിക്കും. വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോകാൻ ശ്രമിച്ചിരിക്കുന്നവർക്ക് വളരെ കാലമായിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒന്നും നടക്കാതെ മനപ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം നിങ്ങൾ ശ്രമിച്ചോളൂ. നിങ്ങൾക്ക് അതിനു വേണ്ടി രക്ഷപ്പെട്ട് കടൽ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് മനപ്രയാസങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വലിയ കുഴപ്പങ്ങളില്ലാതെ തന്നെയാണ് വിഷു വന്നു പോകുന്നത്. അവർക്ക് വലിയ ഇതൊന്നും ഏൽക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി അതിന് വിപരീതമായിട്ട് ആർക്കെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഹൈ നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവം നമ്മളിലേക്ക് വന്നിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളിൽ ഏറ്റവും ഉത്തമം. കാരണം അല്ലാതെ നമുക്ക് വിഷുവിൻ്റെ വെച്ചിട്ട് നമുക്ക് ഇവർക്കൊരു നെഗറ്റീവ് ഒന്നും പറയാനില്ല. ശത്രുവർദ്ധന ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പുരോഗതി ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും എതിരാളികളും കൂടുതൽ അതായത് നമുക്ക് കൂടുതൽ സ്ട്രോങ് ആവും എന്ന് പറയുന്ന ഒരു എന്താ പറയുക നാട്ടു നടപ്പാണത്. അതൊരു നമുക്കൊരു ലോകതത്വത്തിൽ എന്ന് പറഞ്ഞ പോലെ പറയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരാൾക്ക് പുരോഗതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് എതിരാളികളും വർദ്ധിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എതിരാളികളുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ നൈസായിട്ടങ്ങ് കടന്നു പോകാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു അല്ലേ. നമുക്ക് ഉള്ള എതിരാളികൾക്ക് നമുക്ക് പുരോഗതി ഉണ്ടെന്ന് അവരറിയാത്തിടത്തോളം നാൾ നമ്മൾ പേടിക്കണ്ട. അപ്പം അറിയുന്നു അപ്പം തൊട്ട് നമ്മൾ പേടിച്ചാൽ മതി. അതുകൊണ്ട് അധികം നമ്മൾ അവരുടെ മുന്നിലേക്ക് നമ്മൾ വലിയ പ്രഹസനമായിട്ട് ചാടാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫായിട്ടുള്ള നമ്മുടെ രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് മാത്രം ചിന്തിക്കുക. അതുപോലെ തന്നെ കുറച്ച് ക്ലേശങ്ങളും മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും സൂക്ഷിക്കുക. മറ്റൊരാളുടെ വാക്ക് കേട്ടൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കാതിരിക്കുക. നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ള, നമുക്ക് പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു കാര്യങ്ങൾക്ക് മാത്രമേ ഈ വർഷം ചെയ്ത് തലവെച്ച് കൊടുക്കാവുള്ളൂ. അതെല്ലാം മറ്റൊരാളുടെ വാക്കിലും പ്രവർത്തിക്കുമനുസരിച്ച് നമുക്ക് നേട്ടം കിട്ടുമെന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയിട്ട് വായോ ഇപ്പം നമുക്ക് നേട്ടമാണ് എന്ന് പറഞ്ഞ് പോയാൽ ആ പണി നമുക്കറിയില്ലെങ്കിൽ നമ്മളതിൽ പെട്ടെന്ന് കൂട്ടിയാൽ മതി. അതെല്ലാം നമുക്കറിയാമെങ്കിൽ ഓക്കെ. ഇപ്പോൾ നമുക്കറിയില്ലാത്തൊരു ഫീൽഡിലേക്കാണ് ഭയങ്കര വിജയമാണെന്നും പറഞ്ഞ് അവർ കൊണ്ടുപോയി ചാടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിൽ പരാജയപ്പെടും. നമ്മുടെ സ്വന്തം തീരുമാനമനുസരിച്ച് സ്വന്തം ബുദ്ധിയിൽ ജനിച്ച് അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ കൂടി നമ്മൾ കാര്യങ്ങളെ അവലോകനം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് കേട്ടോ. അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും നമ്മൾ ജീവിക്കാൻ നോക്കിയാൽ എപ്പോൾ പരാജയം നമ്മുടെ കൈ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. നമ്മൾ രക്ഷപ്പെടാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം നമ്മുടെ സ്വന്തം തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോയാൽ വൻ വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പക്ഷെ ചെറിയ ഉഴപ്പുകൾ, ചെറിയ കുഞ്ഞു മടികളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ, വിദ്യാഭ്യാസത്തിൽ, ഇതിലൊക്കെ നമുക്കും മുതിർന്നവർക്കും ഈ മടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആ മടി എന്ന് പറയുന്ന ശത്രുവിനെ ഒന്ന് ഓവർകം ചെയ്താൽ നല്ല രീതിയിലുള്ള ബെറ്ററായിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു തർക്കവും ആവശ്യമില്ല. നമുക്കതിൽ നിന്ന് വിജയം ഉണ്ടാവും, നേട്ടങ്ങളുണ്ടാവും, പുരോഗതി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നല്ല ബന്ധങ്ങളും ഉണ്ടാവും. നല്ല വിജയം ലഭിക്കുന്ന വർഷമാണ്.
കലാകായിക മേഖലകളിൽ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ്, ഈ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ നിൽക്കുന്നവർക്ക് വൻ പുരോഗതി തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. നല്ല പുരോഗതിയും നേട്ടങ്ങളും പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും എല്ലാം കൂടെ വരുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്, ഈ വിഷുഫലം. അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ. കൂടെ നന്ദി, നമസ്കാരം.